നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവനിൽ ഗവർണറെ കാണാൻ ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. ആ അതിഥി മറ്റാരുമല്ല, രാജ്ഭവനിൽ എത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുടുംബത്തോടൊപ്പമാണ് സുരേഷ് ഗോപി രാജ്ഭവനിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം ഗവർണറെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും മകൾ ഭാഗ്യ സുരേഷും മരുമകൻ ശ്രേയസും രാജ്ഭവനിൽ എത്തിയിരുന്നു. ഏറെ നേരം ഗവർണർക്കൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. രാജ്ഭവൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിനു മുൻപ് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ക്ഷണിക്കാനും സുരേഷ് ഗോപി രാജ്ഭവനിൽ എത്തിയിരുന്നു. ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം നവദമ്പതികളെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ പ്രതികരണവും ഒക്കെ നടത്തിയിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപിയും ഗവർണറും തമ്മിൽ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഗവർണർ അങ്ങനെ ഒരു ബന്ധമല്ല, ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരേ രാഷ്ട്രീയ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എന്ന രീതിയിലുള്ള ബന്ധം കൂടി ശക്തമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെയൊക്കെ ആയിരുന്നു എന്നാണ് ഗവർണർ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചിത്രത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഭാഗ്യയോട് എന്തോ തമാശ പറയുന്ന ഗവർണറെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വർക്കല ക്ലിഫ് ഹൌസിൽ എത്തുകയും കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെ ക്ലിഫിൽ നടപടികൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ക്ലിഫ് സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ എന്നിവരുമായി ചർച്ച നടത്തും. റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് ഉടൻ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാവിലെ 8 മണിയോടെ എത്തിയ സംഘം 1 മണിക്കൂറോളം സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വി അമ്പിളി, ടൂറിസം വകുപ്പ്, വർക്കല താലൂക്ക് നഗരസഭ ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ എത്തിയിരുന്നു.